ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. രാജ്യവികസനത്തിന് വേണ്ടിയുള്ള ബജറ്റാണിതെന്ന് ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് LJP-R അംഗം അരുൺ ഭാരതി പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ബജറ്റ് പരിഗണിക്കുന്നതായി സിക്കിം ക്രാന്തികാരി മോർച്ച MP ഇന്ദിര ഹാങ് സുബ്ബ അഭിപ്രായപ്പെട്ടു. ദേശീയ ആരോഗ്യ ദൌത്യത്തിനുള്ള വിഹിതം ബജറ്റിൽ വെട്ടിക്കുറച്ചതായി ആം ആദ്മി അംഗം രാജ്കുമാർ ഛബ്ബേവാൽ വിമർശിച്ചു. ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ബജറ്റാണിതെന്ന് BJP MP സുധീർ ഗുപ്ത പറഞ്ഞു. ബജറ്റിനെ വിമർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർമ്മിത ബുദ്ധിക്ക് ബജറ്റിൽ കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നത് തൊഴിൽ നഷ്ടത്തിന് ഇടയാക്കിയേക്കുമെന്ന ആശങ്കയും പങ്കുവച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച പുരോഗമിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ചില പോരായ്മകൾ കണ്ടെത്തിയതായി ലോക്സഭാ സെക്രട്ടേറിയറ്റ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്നതായി പറയുന്ന ചില സംഭവങ്ങളാണ് നോട്ടീസിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും അതിനാൽ ചട്ടപ്രകാരം നോട്ടീസ് തള്ളാൻ സാധിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പ്രമേയ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സ്പീക്കർ ഓം ബിർള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നോട്ടീസ് പരിഗണിച്ചേക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അവിശ്വാസ പ്രമേയ നോട്ടീസിൽ തീരുമാനമാകും വരെ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ശ്രീ ഓം ബിർള അറിയിച്ചിരുന്നു. ഇന്നലെയാണ് പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ 118 അംഗങ്ങൾ ഒപ്പുവച്ച അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. കോൺഗ്രസും ഇടത് പാർട്ടികളും DMK, സമാജ്വാദി പാർട്ടി, RJD തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളും പ്രമേയത്തെ പിന്തുണച്ചെങ്കിലും തൃണമൂൽ MPമാർ നോട്ടീസിൽ ഒപ്പുവച്ചില്ല. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഇതിൽ നിന്നും ശ്രീ രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കണമെന്നും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സഭയ്ക്ക് വ്യവസ്ഥാപിതമായ രീതികളുണ്ടെന്നും അച്ചടക്കം പാലിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണമെന്നും ശ്രീ റിജിജു ആവശ്യപ്പെട്ടു. കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിലൂടെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ മാസം വരെ ലഭിച്ച പരാതികളിൽ ഉപഭോക്താക്കൾക്ക് 37 കോടി രൂപ മടക്കി നൽകിയതായി കേന്ദ്ര സർക്കാർ. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി BL വർമ്മ ലോക്സഭയെ അറിയിച്ചു. ധവള വിപ്ലവം 2.0 കീഴിൽ രാജ്യത്ത് പാൽ ഉൽപാദനവും സംഭരണവും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ വൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മുരളീധർ മോഹോൾ. പ്രതിദിന പാൽ ഉൽപാദനം 660 ലക്ഷം കിലോഗ്രാമിൽ നിന്ന് 1007 ലക്ഷം കിലോഗ്രാമായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ക്ഷീരസഹകരണ മേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തുടനീളം സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ബേപ്പൂർ തുറമുഖം PPP മാതൃകയിൽ വികസിപ്പിക്കുവാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും നിലവിൽ തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം വർദ്ധിക്കുന്നതിനും തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാടിന്റെ ദീർഘകാല സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളും 6 പാലങ്ങളും മുഖ്യമന്ത്രി ഇതോടൊപ്പം നാടിന് സമർപ്പിക്കും. പാലക്കാട് നവീകരിച്ച മുണ്ടൂർ തൂത 4-വരി സംസ്ഥാന പാതയും ആലപ്പുഴയിലെ മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഫേസ് 4-5 പ്രവൃത്തികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. സംസ്ഥാനത്തെ വ്യവസായ നിർമ്മാണ മേഖലകളിലെ തൊഴിലാളികൾക്ക് അവരുടെ സുരക്ഷ, ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിക്കാൻ കഴിയുന്ന അത്യാധുനിക ഡിജിറ്റൽ ആപ്പ് മന്ത്രി V ശിവൻകുട്ടി പുറത്തിറക്കി. തൊഴിൽ സുരക്ഷ എന്ന പേരിലാണ് മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത്. സാധാരണക്കാർക്ക് പരാതികളും നിയമലംഘനങ്ങളും ലളിതമായി അധികാരികളെ ആപ്പ് മുഖേന അറിയിക്കാം. ശബ്ദാധിഷ്ഠിത പരാതി സമർപ്പണ സംവിധാനം ആപ്പിന്റെ പ്രത്യേകതയാണ്. മലയാളം ഉൾപ്പെടെ 11 അധികം ഇന്ത്യൻ ഭാഷകളിൽ സ്പീച്ച് ടു ടെക്സ്റ്റ് സംവിധാനം ആപ്പിൽ ലഭ്യമാകും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് N വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവാക്കിയ തുകയുടെ കണക്കുകൾ പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് മന്ത്രി VN വാസവൻ. 4 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് ഇതിനായി ലഭിച്ചതായി അറിയാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.